രണ്ടാമത്തെ മെത്തേഡിൽ 2 പോസിബിലിറ്റി ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഡിഫൻഡർ നമ്മളൊരു കൺട്രോളിൽ വരുന്ന ബോൾ ഡിഫൻഡർ നമ്മളെ ചേസ് ചെയ്യാൻ കാത്തിക്കുന്നു. ഈ ഒരു മൂവ്മെന്റിൽ ഇതിനു മുമ്പ് ഞാൻ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു മൂവ്മെന്റിൽ നമ്മൾ കാത്തിക്കുന്നത് നമ്മളൊരു ഇപ്പുറത്തെ പോസ്റ്റെങ്കിൽ ഈ ഒരു മൂവ്മെന്റിൽ നമ്മളെ ബാക്ക് ചെയ്ത് കാത്തു നിൽക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു മൂവ് ഇട്ടിട്ട് നമ്മൾ പോയിക്കൊള്ളുക. ആ ഒരു ഫേക്ക് ഒരു മൂവ് ഇടേണ്ടത് അതിൽ 2 പോസിബിലിറ്റിയാണ്. നമ്മൾ രണ്ട് കാലും ഫേവർ ആണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, രണ്ട് കാലം നമുക്ക് അടിക്കാൻ ഏഴുണ്ട്. രണ്ട് കാലം ഫേവർ ആണെങ്കിൽ നമ്മൾ ഒരു പ്ലെയർ വരുമ്പോൾ നമ്മൾ ഈ പ്ലെയർ ഈ ഭാഗത്താണ് എങ്ങനെ നിൽക്കുന്നെങ്കിൽ നമ്മൾ ഫേക്ക് ഇടേണ്ടത് ഈ പൊസിഷനിലായിരിക്കണം. ഈ പൊസിഷനിൽ ഫേക്ക് ഇട്ടിട്ട് ബോൾ എടുത്തിട്ട് പോവുക. നിങ്ങൾക്ക് എന്ത് ഫേക്ക് ആണെങ്കിൽ കുഴപ്പമില്ല, എന്തെങ്കിലും ഒരു ഫേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒരു ബോഡി പെയിന്റ് ഇട്ടിട്ട് കൊണ്ടുപോയാലും കുഴപ്പമില്ല, ഇത് ചെയ്തിട്ട് പോയാലും കുഴപ്പമില്ല, എന്ത് ചെയ്താലും കുഴപ്പമില്ല. നമ്മളെ ഡിഫൻഡർ ഏത് പൊസിഷനിലാണല്ലോ ഉള്ളത്, ഇപ്പൊ ഈ പൊസിഷനിൽ നിങ്ങൾ നോക്കി വരുമെങ്കിൽ നിങ്ങൾ ഇപ്പുറത്ത് ഫേക്ക് ഇട്ടിട്ട് ഇപ്പുറത്ത് എടുത്ത് പോവുക. എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര പ്രഷർ ഉണ്ടോ അതേപോലെ തന്നെയാണ് ഈ ഡിഫൻഡർക്കും സിംഗിൾ ആയതുകൊണ്ട് പ്രഷർ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ചെറിയൊരു മൂവ്മെന്റ് ഡിഫൻഡർ കൊടുക്കും. അപ്പോൾ കംഫർട്ടബിൾ ആയ പൊസിഷനിന് ഇപ്പൊ നിങ്ങളൊരു ഫേക്ക് ഇടുമ്പോൾ ഒരു മൂവ് ഇങ്ങനെ മാറിയിട്ട് തിരിച്ചു വരെ കുറച്ചൊരു ചെറിയൊരു ഡിഫിക്കൽട്ടി ഉണ്ടാവും ആ ഡിഫൻഡർക്ക്. അപ്പോൾ ആ ചെറിയൊരു ഡിഫിക്കൽട്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു ടൈം തന്നെ ഓപ്പോസിറ്റ് നമ്മൾ കൊണ്ടുവന്ന് അടിക്കുന്നു. സെക്കൻഡ് മെത്തേഡ്, നിങ്ങൾക്ക് സിംഗിൾ കാല് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, സിംഗിൾ കാല് ഫേവർ ആയിട്ടുള്ളൂ എന്നാണെങ്കിൽ, നിങ്ങൾ ലെഫ്റ്റോ റൈറ്റോ ആണെങ്കിൽ നിങ്ങൾ ആ ഒരു ഡിഫൻഡർ ഏത് പൊസിഷനിലുള്ള അതൊന്നും നിങ്ങൾ നോക്കണ്ട. നിങ്ങൾക്ക് ഏതാണോ ഫേവർ ആയിട്ടുള്ളത് അതിന്റെ നേരെ, നിങ്ങൾക്ക് ഇപ്പൊ റൈറ്റിലൊക്കെ ഫേവർ ആയിട്ടില്ലെങ്കിൽ, ഇപ്പൊ ലെഫ്റ്റിലൊക്കെ ഫേവർ ആയിട്ടില്ലെങ്കിൽ അതിന് നേരെ ഓപ്പോസിറ്റ് ഫേക്ക് ചെയ്യുക, മൂവ് ചെയ്തിട്ട് പോയി കളയുക. ഇത് ഫുള്ള് നമ്മൾ നിന്നിട്ടോ പിടിച്ചിട്ടോ അല്ല, ഇതെല്ലാം ദൂരത്തുനിന്ന് കൊണ്ടുവന്ന് പഠിക്കുക. ഇവിടെ ഇത്ര അടുത്തുനിന്നൊന്നും അല്ലാണ്ട് ദൂരത്തുനിന്ന് കൊണ്ടുവന്ന് പഠിക്കുക. നമ്മൾ വരുവോ ഓർത്ത് വരുന്നത് നമ്മൾ ഈ സൈഡിലൊക്കെ ആണെങ്കിൽ എടുത്ത് പോകുന്നു അടിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്കില്ല് മൂവ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന നമ്മളെ റണ്ണിങ്ങിൽ എടുക്കാൻ പറ്റുന്ന ഇഷ്ടമുള്ള സ്കില്ല്, ഒരൊറ്റ സ്കില്ല് മാത്രം. അതിൽ വേറെ കോംപ്ലിക്കേറ്റഡ് ആക്കുക ഒന്നും വേണ്ട. നമ്മൾ സ്പീഡിൽ വന്നിട്ട് ഇങ്ങനെ തട്ടിയിട്ട് പോകുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് രണ്ടും ഏറ്റവും ബേസിക് മെത്തേഡാണ്. നമ്മൾ 1vs1 നമ്മളൊരു അവസാനത്തെ ലാസ്റ്റ് മാൻ ഔട്ടാക്കാനുള്ള ബേസിക് ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. നമ്മൾ സ്കില്ല് കാര്യങ്ങളിലപ്പുറം നമ്മൾ ഈ ഒരു തോട്ട് നമ്മളെ മനസ്സിൽ വേണോ. നമുക്ക് എപ്പോഴും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആയിരിക്കും. അയ്യോ, ഒരാൾ എത്തിയില്ല, ഇനി എന്താ ചെയ്യുക, എന്ത് സ്കില്ല് എടുക്കുക, ഇവരെങ്ങനെയാണ് നമ്മൾ കളിപ്പിച്ച് പോകേണ്ടതെന്നുള്ള ഫുൾ കൺഫ്യൂഷനായിരിക്കും നമ്മൾ. അപ്പോൾ ആ കൺഫ്യൂഷൻ ഒഴിവാക്കിയിട്ട് ജസ്റ്റ് ഈ ഒരു മെത്തേഡ് മാത്രം, ബോൾ നിങ്ങളൊരു മീഡിയം സ്പീഡിൽ വരുവാണെങ്കിൽ ഡിഫൻഡർ ഏകദേശം ഒരു നിൽക്കുന്ന പൊസിഷനാണ്, നമ്മളെ എന്തായാലും ടാക്കിൾ ചെയ്യേണ്ട പൊസിഷനിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് വരിക. ജസ്റ്റ് ഡിഫൻഡർ അടുത്തെത്തുമ്പോൾ നമ്മൾ ഔട്ടിലേക്ക് ടാപ്പ് ചെയ്തിട്ട് ബോൾ കൊണ്ടിട്ട് അടിക്കുക. ഇനി മൂവ്മെന്റിലെ ഡിഫൻഡർ ആണെങ്കിൽ നമ്മൾ ബോൾ വരിക നേരെ ഓപ്പോസിറ്റിലേക്ക് ഒരു ഫേക്ക് ഇട്ടിട്ട്, ഏത് പൊസിഷനിലാണ് ഫേവർ ആയിട്ടുള്ള അതിന്റെ ഓപ്പോസിറ്റിലേക്ക് ഒരു ഫേക്ക് ഇട്ടിട്ട് നേരെ ഓപ്പോസിറ്റ് ഇട്ടിട്ട് അടിക്കുക. അത് നിങ്ങൾക്ക് രണ്ട് കാലം ഫേവർ അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട, നിങ്ങൾക്ക് ഫേവർ ആയിട്ടുള്ള എൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഫേക്ക് ഇടുക, ബോൾ ലോങ് ടേപ്പ് ചെയ്യുക, ഓപ്പോസിറ്റിലേക്ക് കൊണ്ടുപോവുക, അടിച്ചോളുക. അതിൽ വേറെ കൺഫ്യൂഷൻ ഒന്നുമില്ല. നമ്മൾ വെറുതെ കൺഫ്യൂഷൻ ആയിട്ട് അവിടെ വെറുതെ ഒരു ബോൾ കൊടുക്കുന്നതിനെക്കാട്ടുന്നില്ല നമ്മൾ അറ്റംപ്റ്റ് ചെയ്തിട്ട് ഗോൾ പോകാൻ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞത് എന്തെങ്കിലും മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ നല്ലൊരു കമന്റ് ഇടുക. ഞാൻ ഇതിന് നല്ല ബ്രീഫായിട്ട് ഞാൻ ആളെ വെച്ച് തരാം. ഇപ്പോൾ കുട്ടികൾ കിട്ടുന്നില്ല, എക്സാം എല്ലാം ആയതുകൊണ്ട്, അതുകൊണ്ട് ആളില്ലാണ്ട് കോൺ വെച്ച് പറഞ്ഞിരുന്നത്. പിന്നെ ഒരാളെ വെച്ചിട്ട് നമ്മൾ അഭിനയിപ്പിക്കുന്നതിനെക്കാട്ടും നല്ലത് ഒരു കോൺ വെച്ച് പറയുന്ന, ഒരാൾ എഫേർട്ട് എടുപ്പിക്കണ്ടല്ലോ. അപ്പോൾ എന്തായാലും നമ്മളൊരു പ്ലെയറെ വെച്ചാൽ അഭിനയിപ്പിക്കാനാണ് പോകുന്നത്. അപ്പോൾ അതിനെക്കാട്ടും നല്ല ഒരു കോൺ നിൽക്കുന്നില്ലേ എന്ന് വെച്ചിട്ടാണ് ഞാൻ പിന്നെ പ്രത്യേകിച്ച് ആളെ കൂട്ടാത്തത്. പിന്നെ റിയൽ ഗെയിമിൽ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും അങ്ങനെ യൂസ് ചെയ്തിട്ട്, ഇപ്പോൾ കളിക്കലൊന്നുമില്ല, കളി ഉണ്ടെങ്കിൽ അങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കാണിച്ചു തരാം അതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന്. പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം. ടാറ്റ.